കോൺഗ്രസ് പെരിങ്ങോം വയക്കര മണ്ഡലം യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ചീർക്കാട് യൂണിറ്റ് സമ്മേളനം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രണവ് തട്ടുമ്മൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വയക്കര മണ്ഡലം പ്രസിഡന്റ് രവി പൊന്നമ്പയൽ സംഘടനാ പ്രവർത്തനവും യുവജന രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. പുതിയ ചീർക്കാട് യൂണിറ്റ് പ്രസിഡന്റായി അശ്വിൻ കെ.വി, സെക്രട്ടറി ഷാരോൺ സിബി, വൈസ് പ്രസിഡന്റ് വിഷ്ണു കെ, ജോയിന്റ് സെക്രട്ടറി ആശ്രിത് കെ, ട്രഷറർ ആകാശ് വേണുഗോപാൽ എന്നിവരെ തിരഞ്ഞെടുത്തു. 2ാം വാർഡ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് പെരുമ്പള്ളി, 49ാം ബൂത്ത് പ്രസിഡന്റ് ജോണി പി.ജെ, ശരത് ചീർക്കാട്, മോഹിന്ദ് മോഹനൻ എന്നിവർ സംസാരിച്ചു. ചീർക്കാട് കൊല്ലാട റോഡിലെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി. റോഡിലെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് കമ്മിറ്റി അറിയിച്ചു. ചീർക്കാട് യൂണിറ്റ് സമ്മേളനം സിന്ദാബാദ്. ചീർക്കാട് യൂണിറ്റ് സമ്മേളനം സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് 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 സിന്ദാബാദ്. കോവിഡ് കള്ളിയെ വടകരയുടെ മണ്ണിൽ നിന്നും ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തുമ്പോൾ ഇടതുപക്ഷം പറയുന്ന ഒരു കാര്യമുണ്ട്. വടകരയിൽ നിന്നും ഷാഫി ജയിച്ചാൽ പാലക്കാട് എന്ന് പറയുന്ന സീറ്റ്, ആ സീറ്റ് ഞങ്ങൾ നേരെ കൊണ്ടുപോയി BJP ഓഫീസിലേക്ക് കൊടുക്കുമെന്നാണ്. അങ്ങനെ പറയുന്ന ഇടതുപക്ഷക്കാർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. പാലക്കാടിനകത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശക്തമായ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് ചരിത്ര ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ ആ മണ്ണിൽ നിന്ന് വിജയിപ്പിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള വ്യാജ പ്രതിരോധങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട്. ഷാഫിക്കെതിരെ വടകരയിൽ കാഫിർ പ്രയോഗം പോലുള്ള അദ്ദേഹം ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെയുണ്ട്. അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിന്റെ നാമധേയമുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ വർഗീയപരമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ നോക്കി. നേരെ മറിച്ച് അതേപോലെ ആ വർഗീയതയിൽ നിന്നും ഒരംശം പോലും കുറയാണ്ടാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി BJP തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് അവിടെ ഇടതുപക്ഷം ഭരിച്ചത്. എന്നിട്ട് പോലും BJP ശക്തി കേന്ദ്രങ്ങളിൽ, CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു തരംഗമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ തരംഗം തന്നെയാണ് ഞങ്ങളുടെ നാളുകളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ചേലക്കരയിലേക്ക് പോയാലോ, ചേലക്കരയുടെ നാട് എന്ന് പറയുന്നത് ശരിക്കുമുള്ള ആ ഒരു പാർട്ടി ഗ്രാമമാണ്. വികസനം എത്താത്ത, ജനാധിപത്യത്തിന്റെ ഒരു വെളിച്ചവും കടക്കാത്ത, അന്ധകാരം നിറഞ്ഞ, അടിമത്തം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നും ടെലിവിഷനൊക്കെ നുണപ്രചാരണ പറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം അടിമകളായ സഖാക്കൾ തിങ്ങിപ്പാർക്കുന്ന മണ്ണാണ് ചേലക്കരയുടെ മണ്ണിൽ. കഴിഞ്ഞ തവണ 39,400, ഏകദേശം 40,000-ത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ LDF-നെ വിജയിപ്പിച്ച ആ ചേലക്കരയുടെ മണ്ണിലാണ് പ്രിയമുള്ളവരെ എം.എ. ഹരിദാസ് 12,000 വോട്ടിന് പരാജയപ്പെടുന്നത്. ആ പരാജയം എന്ന് പറയുന്നതിനും നമുക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനെ, ഈ നാടിനെ കൊള്ളയടിക്കുന്ന ആ കൊള്ള സംഘത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണ പതാകയുമേന്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ആ പരാജയത്തിലൂടെ നമ്മൾ കണ്ടത്. 40,000-ൽ നിന്നും ഇടതുപക്ഷത്തിന്റെ വോട്ട്. ഗ്രിൽ സോൺ ഫാമിലി റെസ്റ്റോറന്റ്, തിയേറ്റർ റോഡ്, ചെറുപുഴ. ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറ, കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളുടെ ഇഷ്ടഭോജനശാല. നാടൻ വിഭവങ്ങൾ കൂടാതെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകൾ, കുട്ടികളുടെ മനം കവരുന്ന ഐസ്ക്രീം, ജ്യൂസ് ഐറ്റംസുകൾ, ഷവർമ, അൽഫാം, അപ്പം പൊള്ളിച്ചത്, മന്തി, ചൈനീസ് ഫുഡ്, സീ ഫുഡ് മുതലായവയും ലഭ്യമാണ്. കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, AC, നോൺ AC സൗകര്യങ്ങളും. ഗ്രിൽ സോൺ ഫാമിലി റെസ്റ്റോറന്റ്, തിയേറ്റർ റോഡ്, ചെറുപുഴ. ഫോൺ 8078496284. Other number 9746721269.